പെങ്ങള് 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 കേട്ട് കേട്ട് ഞാൻ മടുത്ത്. കല്യാണം വിളിയൊക്കെ തുടങ്ങിയോ അവിടെ? ദൂരെയുള്ളവരൊക്കെ ആദ്യം വിളി തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി വിളി തുടങ്ങി. ഇവിടെയോ? ഇവിടെ എനിക്ക് പോകാൻ പറ്റൂലെന്നറിയാല്ല. മോനും മോളും കൂടിയാണ് ഇപ്പൊ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ വിളിക്കണത്. അല്ല, എന്താ ശ്രുതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കല്യാണത്തിന് മുന്നേ ഒരു കാര്യം ശ്രുതിനെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മോളോട് ഇങ്ങോട്ടൊന്ന് വരുമോന്ന് ചോദിച്ചത്. എനിക്ക് അങ്ങോട്ട് വരാൻ നിവർത്തിയില്ല. അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ. അതിനെന്താ, അവൾ ഇന്നലെ എന്നോട് പറഞ്ഞ അമ്മേ അവിടെ നിന്ന് അമ്മ വിളിച്ചിരുന്നു, ഒന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കുറേ ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട്, അന്ന് ഉറപ്പിച്ച് പോയതിന് ശേഷം വന്നിട്ടില്ലല്ലോ, ഞാനും കൂടി വരാമെന്ന് വിചാരിച്ച് കൂടെ പോന്നതാ. അതെന്തായാലും നന്നായി. മോളുടെ അമ്മ കൂടി ഇതെന്തായാലും എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എന്താ കാര്യം പറഞ്ഞോളൂ. അത് അമ്മ മടിക്കണ്ട, എന്താണെങ്കിലും കാര്യം പറഞ്ഞോ. വേറൊന്നുമല്ല മോളെ, ഇവളുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. ചേച്ചിയുടെ എന്ത് കാര്യം അമ്മേ? ശ്രുതിമോക്കറിയാലോ, ഇവളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തോളമാണ് ഇവളവിടെ ജീവിച്ചത്. ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതും. അപ്പോൾ ഇനിയുള്ള കാലം നിങ്ങൾക്കിപ്പോൾ എത്ര കുട്ടികളുണ്ടായാലും അത് കഴിഞ്ഞാണെങ്കിലും ഇവക്കും മോനും ഒരു മുറി ഈ വീട്ടിൽ കൊടുക്കണം. അവനത് സമ്മതമാണ്. ഞാൻ അവനോട് സംസാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെയും മോളുടെയും പേരിൽ ഞാൻ ഈ വീടിൻ്റെ ആധാരം എഴുതിയപ്പോൾ ചെയ്തതേ. ഇനിയിപ്പോൾ മോളല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മോളുടെ സമ്മതം എനിക്കിതിന് വേണം. അതിന് ചേച്ചി ഇവിടെ നിൽക്കണേന് എൻ്റെ സമ്മതം എന്തിനാണമ്മേ? അന്നും ചേച്ചി ഇവിടെ നിൽക്കണേനായിരിക്കും എൻ്റെ സന്തോഷം, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ചേട്ടനേക്കാളും എനിക്ക് അടുപ്പം ചേച്ചിയായിട്ടല്ലേ. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ഞാൻ ചേച്ചിനെ കാണണേ. അവന് ഒരു ചേച്ചിയും കൂടി ഉണ്ടെന്നറിയാലോ. അവക്കുള്ളതൊക്കെ കല്യാണ സമയത്ത് കൊടുത്തതാ. ഇനി അവള് അവകാശം പറഞ്ഞൊന്നും ഇങ്ങോട്ട് വരില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആവശ്യമുണ്ട്. കുറേ കാലം കഴിയുമ്പോൾ ഞാനുണ്ടാവണം എന്നില്ല. അന്ന് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇതൊക്കെ പറയുന്നത്. അമ്മേ, അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല. എത്ര കാലം ഞങ്ങൾ ഇവിടെ താമസിക്കണോ അത്രയും കാലം ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മതി. മോളുടെ നാവ് കൊണ്ട് എനിക്കിതൊന്ന് കേട്ടാൽ മതി. എൻ്റെ കാലം കഴിഞ്ഞാലും എൻ്റെ മോൾ അനാഥയായി പോകരുത്. അറിയാലോ, എനിക്ക് 2 പെൺമക്കളും ഒരാണുമാണ്. എന്നാലും എനിക്ക് എല്ലാവരേക്കാളും ഇഷ്ടം ഇവളെയാ. കാരണമുണ്ട്. ചെറുതിലേ അച്ഛൻ മരിച്ചതിന് ശേഷം സ്വന്തമായിട്ട് പഠിച്ച് ജോലി മേടിച്ച് ദുബായിൽ പോയി അനിയനെ അനിയത്തിയൊക്കെ പഠിപ്പിച്ച് അനിയത്തിയുടെ കല്യാണവും നടത്തി. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷമായിരുന്നു ഇവളുടെ കല്യാണം. എൻ്റെ മോള് പറയുമായിരുന്നു, അച്ഛനില്ലാത്ത കുറവ് അവർ 2 പേരെ അറിയിക്കരുത് അമ്മ എന്ന്. അതുപോലെ തന്നെ എല്ലാം ഭംഗിയായി ഇവള് ചെയ്ത്. ഇതെല്ലാം നമുക്ക് അറിയുന്നല്ലേ ചേച്ചി? അതെ അതെ, ഇതെല്ലാവർക്കും അറിയുന്നതാ. എന്നാലും ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് പറഞ്ഞെന്നുള്ളൂ. ഇവക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് അത് താങ്ങാൻ പറ്റൂല. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോളി കുടുംബത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഏത് ലോകത്തിരുന്നാലും എൻ്റെ മോക്കൊരു വിഷമം വന്നാൽ അതെനിക്ക് താങ്ങാനും സഹിക്കാനും പറ്റൂല. അതൊന്നാലോചിച്ച് ചേച്ചി ഇനി വിഷമിക്കണ്ട. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇവർ സഹോദരിമാരെ പോലെ ജീവിച്ചോളും. അല്ലേടി മോളെ ശ്രുതി? അതെ അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ. മോളെ മോളെ, ഇതെവിടെ പോയി?
മോളെ ചേച്ചി അവളെ കണ്ട? അവള് മാളൂസിന്റെ വീട്ടിൽ കളിക്കാൻ പോണേന്നും പറഞ്ഞോണ്ട് ഇപ്പം അങ്ങോട്ട് പോയി. ആരോട് പറഞ്ഞ്? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. ചേച്ചിയോട് പറഞ്ഞിട്ട് പോവാൻ അതിന് ചേച്ചി ആരാ? അല്ല, അവൾ അവിടെ വന്ന് നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ്, അപ്പം അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞിട്ട് പോയത്. എനിക്ക് അവരിഷ്ടമല്ലെന്ന് ചേച്ചിക്ക് അറിയാല, പിന്നെ എന്തിനാ അവൾ അങ്ങോട്ട് വിട്ടത്? കള്ള കൂട്ടങ്ങൾ അവര്. അവളിങ്ങോട്ട് വരട്ടെ. ചേച്ചി, ആ ചട്ടിയിൽ വെച്ചിരുന്ന മീൻ വറുത്ത എന്തിയെ? അത് ആരും കൂട്ടാത്ത മീനല്ലേ, അതുകൊണ്ട് ഞാനും മോനും ഉച്ചക്ക് അത് കഴിച്ചു. ശ്രുതി, ആരും കൂട്ടൂലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ കൂട്ടാറുണ്ടല്ലോ. അതെ, പറയണോണ്ടൊന്നും തോന്നരുത്. ഇവിടെ എന്തെങ്കിലും ബാക്കി വന്നാൽ അത് കളഞ്ഞാലും കുഴപ്പമില്ല, ചേച്ചി അത് കൂട്ടണ്ട. ഞാനിത് കുറെ ദിവസമായി പറയണം എന്ന് വിചാരിച്ചോണ്ടിരിക്കണത്. ചേച്ചിയും ചേച്ചിയുടെ മോനും അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് തിന്നും. ഒരു മര്യാദ വേണ്ടേ? മേടിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു കഷ്ണമെങ്കിലും വെക്കണം എന്നൊരു തോന്നലുണ്ടാ? സോറി ശ്രുതി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ നിനക്കൊള്ളാം. ആ, ഇരിക്കും മോനെ. മോൻ ഈ സമയത്ത് എന്ത് ക്ലാസ് അയച്ചി? പുതിയ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്താ? അത് കുറച്ച് നാളായിട്ടേ അവൻ മാത്സിന് നല്ല വീക്കായിരുന്നു. അതുകൊണ്ട് അവനെ ഞാൻ ബാൻസു മാത്സ് ക്ലാസ്സിന് ചേർത്തായിരുന്നു. അതെന്ത് ക്ലാസ് അയച്ചി? ബാൻസു മാത്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മാത്സ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്താണിത്. ഇതിലൂടെ നമുക്ക് മാത്സ് ഫണ്ണായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനപ്പാഠമാക്കലല്ല, ഒരു കൺസെപ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് അത് ക്ലാരിറ്റി കൊടുക്കുകയാണ് ചെയ്യാം. അതായത് സ്റ്റോറീസിലൂടെ, മെമ്മറി ഗെയിംസിലൂടെ, എൻഗേജിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഇതിലെ വിഷ്വൽസ്, അനിമേഷൻ, ഇൻട്രാക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് അതിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് പേപ്പർ ബേസ്ഡ് എക്സസൈസും ഇതിലുണ്ട്. ഇതിലെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി ക്യൂരിയോസിറ്റിയോടെ കുട്ടികൾ കാത്തിരിക്കും. ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസവും വേഗതയും പ്രോബ്ലം സോൾവിങ് സ്കിൽസും കിട്ടും. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ഫ്രീ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഓ, ഇത്രയും നല്ല ക്ലാസ്സാണോ? എന്നാൽ പിന്നെ എൻ്റെ മോളെയും കൂടി ചേർക്കണം. അവളിപ്പോൾ മാത്സിന് പുറകോട്ടാ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കെട്ടിയവൻ്റെ പൈസ തന്നെ വേണ്ടേ? എനിക്ക് മതിയായമ്മേ ഈ ചേച്ചിയെ നോക്കി. ഇവിടെ ചേട്ടനാണെങ്കിൽ ചേച്ചി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ ആരും പണം ഒന്നും കേൾക്കൂല. കൊച്ചിന് വരെയും വലിയ കാര്യമില്ല, ചേച്ചിനാണ് വലിയ കാര്യം. രണ്ടാമത്തെ ചേച്ചിനോട് വലിയ കുഴപ്പമൊന്നുമില്ല, അവരിങ്ങോട്ട് വരാറൊന്നുമില്ല. ഇതിനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് കയ്യും കണക്കില്ല. എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്താണ് ചെയ്യണ്ടേന്ന്. കൊറേ നേരമല്ല ഫോണിൽ സംസാരിക്കണ, ആരോട് സംസാരിച്ചോണ്ടിരിക്കണ? ഞാൻ പിന്നെ വിളിക്കാം. അത് എൻ്റെ അമ്മയാ. ടോപ്പിക്ക് എന്നത്തെ പോലെയും എന്റെ ചേച്ചിയാന്ന് തോന്നുന്നു. ആ ടോപ്പിക് അല്ലാതെ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ വേറെ ടോപ്പിക് ഇല്ല. അതല്ല ഇവിടുത്തെ മെയിൻ ടോപ്പിക്ക്. എടീ, നീ എന്തൊക്കെ തന്നെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ എന്റെ ചേച്ചിനെ ഇവിടുന്ന് വേറെ എവിടെയും പറഞ്ഞു വിടൂല. മരിക്കുന്നതിന് മുന്നേ എന്റെ അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് പെങ്ങൾ സ്നേഹി തലക്ക് പിടിച്ചിരിക്കണം. നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂല. നീ പറയണേന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് എനിക്കും കൂടി തോന്നണ്ടേടി. നിങ്ങൾക്ക് അല്ലെങ്കിലും അതെ, ഒന്നും തോന്നൂല്ല. ചത്തുപോയാൽ അങ്ങനെ പലതും പറഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അനുഭവിക്കണത് ഞാനാണ്. ഇതുപോലൊരു മണ്ടൻ ലോകത്ത് ഉണ്ടാവൂല. ചത്തുപോയി പോയി, പറഞ്ഞു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി അത് കൊണ്ടടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ. അതേടി, ഞാൻ പൊട്ടനാണ്. അമ്മനെയും ചേച്ചിമാരെയൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ പൊട്ടന്മാരാണെങ്കിൽ ഞാൻ ശരി സമ്മതിക്കണം, ഞാനും പൊട്ടനാണ്. അല്ലെങ്കിലും അതെ, എന്റെ അച്ഛൻ പറഞ്ഞാണ് ഇങ്ങോട്ട് കെട്ടിക്കേറി വരണ്ടെന്ന്. അന്ന് എനിക്ക് തലയിൽ പ്രേമം മൂത്തിരിക്കല്ലേ, അപ്പൊ പിന്നെ ഇങ്ങോട്ട് പോന്ന്. മോളെ, സമയമൊന്നും വൈകിട്ടില്ല. ഇപ്പോഴും നിനക്ക് ചതി പറ്റിയാന്ന് തോന്നണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നോക്ക്, പോയിക്കോ. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ടെന്ന്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമായിരിക്കും. അതായിരിക്കും ഇപ്പൊ മനസ്സിലിരിപ്പ്. അപ്പൊ ചേച്ചിനെ സ്നേഹിച്ച് എന്നെ ഒഴിവാക്കി വിടാല്ല. ആഹാ, അവസാനം എന്റെ ചേച്ചി തന്നെ ഇതെത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്ത് വഴക്ക് തുടങ്ങിയാലും അവസാനം എത്തണ എന്റെ ചേച്ചിയിലാണ്. നീ എന്തൊക്കെ തന്നെ തലകുത്തി പറഞ്ഞാലും എന്റെ ചേച്ചിനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുന്ന പറഞ്ഞു വിടുന്ന നീ വിചാരിക്കണ്ട. എനിക്കറിയാടി നിന്നെ ആരാണ് ഈ ഇളക്കി വിടണെന്ന്. രണ്ടാമത്തെ ചേച്ചി ഇടക്കിടക്ക് ഇവിടെ വന്നിട്ട് പോകുന്നത് ഇളക്കാനാണെന്നും എനിക്കറിയാം. നിന്റെ തള്ളയുണ്ടല്ലോ കൂട്ടിന്.
എന്റെ അമ്മയും നിങ്ങളുടെ ചേച്ചി ഒന്നും എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ചെറിയ ബുദ്ധി ഉണ്ട്, അതിലെനിക്ക് മനസ്സിലാവണുണ്ട്. നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവണല്ലോ ഈ കാര്യങ്ങളൊന്നും. ആ ബുദ്ധിയുണ്ട്, സമ്മതിച്ച്. പക്ഷെ കൂടെ നിന്ന് ചതിക്കണ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് നീ തന്നിട്ടില്ല. അല്ലെങ്കിലും അതെ, നിങ്ങളുടെ ചേച്ചിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്റെ തലയും കൊണ്ട് പോവല്ല. അതേടി, അങ്ങനെയാണ് സ്നേഹമുള്ള ആങ്ങളമാര്. എന്നാ പിന്നെ അത്രയും സ്നേഹമുള്ള ചേച്ചിനെ കെട്ടിപ്പിടിച്ചിരുന്നാ പോരെ. എന്നെ എന്തിനാ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടി, നിന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. തള്ളടേം തമ്പനല്ലേ മോള്, അതിന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. ചേച്ചി ഇവിടെ നിൽക്കണ്ടായിരുന്നോ? ഞാൻ ചേച്ചി ഒളിഞ്ഞേക്കണ സ്വഭാവം പണ്ടേ ഉണ്ടല്ല. അയ്യോ ശ്രുതി, ഒളിഞ്ഞു കേട്ടതല്ല. നിങ്ങൾ തമ്മിലുള്ള സംസാരം നല്ലോണം മുഴങ്ങി അവിടം വരെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പറ്റിയുള്ള ചർച്ചയെന്ന് മനസ്സിലായതുകൊണ്ട് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ചേച്ചി അവള് വായത്തോന്നി വെറുതെ ഇങ്ങനെ പറയാനാണ്. ചേച്ചി ഒന്നും കാര്യമൊക്കെ ഉണ്ടാ. ഇല്ല, എനിക്കറിയാലോ ശ്രുതിയെ. കുഴപ്പമില്ല മോനെ. ഞാൻ ഒന്ന് പുറത്തു വിട്ടു വരാം. ഞാൻ അങ്ങനെ വായ തോന്നിയൊന്നും പറയണല്ലേ ചേച്ചി. ശരിക്കും എനിക്കും അടുത്ത് ചേട്ടന് എന്നെയും കുഞ്ഞിനൊന്നും ഇഷ്ടമല്ല. അത് ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ചേച്ചിക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കും. ആ, ഞാൻ നോക്കാം ശ്രുതി, നീ വിഷമിക്കാതിരി. എൻ്റെ വിഷമം മാറണമെങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകണം. കുറച്ചാൾ ചേട്ടന് വിഷമം ഉണ്ടാവും, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട ചേച്ചി. ആ ചേച്ചി എന്തെങ്കിലും ചെയ്യാം മോളെ. ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നിടത്തേ ഫുൾ ടൈം നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പൈസയും കൂട്ടിത്തരുമവർ. അപ്പോൾ ഒരു ചെറിയ വീടെടുത്ത് ഞങ്ങളും മാറിക്കോളാം, ഞാനും മോനും കൂടി. ഒരു 2 ആഴ്ച സമയം നീ എനിക്ക് തരണം. ഇവിടെ ആരും ഇല്ലേ? ആ വന്നെ. അമ്മേ. ആ മോളെ, വാ അമ്മ, കയറി വാ. അല്ല, അമ്മക്ക് ഈ വീട് എങ്ങനെ മനസ്സിലായി? പണ്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഊഹം വെച്ച് ഇങ്ങോട്ട് പോന്നതാ. ആ വാ അമ്മേ, കയറി വാ. ഇതാരാ? ഞാൻ രാകേഷിൻ്റെ അമ്മയാണ്. ഏത് രാകേഷ്? ശ്രുതി, ഇതെൻ്റെ ഹസ്ബൻഡായിരുന്ന ആളില്ലേ രാകേഷ്, ആളുടെ അമ്മയാ. ഓ, അച്ഛൻ്റെ കാര്യം അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞിരുന്നു. വരണമെന്നും തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ എന്തും പറഞ്ഞ് അങ്ങോട്ട് വരാനാണമ്മേ. മരിക്കുന്നവരെ അച്ഛന് നിങ്ങളെപ്പറ്റി പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറയും, എടി അവളുടെ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്, അവളോടൊന്ന് വരാൻ പറയാന്നൊക്കെ. പക്ഷെ ഞാൻ വിളിച്ചിട്ട് കിട്ടണ്ടായിരുന്നില്ല ആ നമ്പറിൽ. ആ നമ്പറൊക്കെ അന്ന് തന്നെ പോയമ്മേ. അവനെ പിന്നെ കണ്ടായിരുന്നാ? ഇല്ല, അവസാനമായിട്ട് കണ്ടതെന്ന് കോടതിയിൽ വെച്ചാ. അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. ആരോ പറയണ കേട്ടായിരുന്നു വേറെ കല്യാണം കഴിച്ചെന്ന്. ആ, കല്യാണം കഴിഞ്ഞെന്നും അത് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയണുണ്ടായിരുന്നു ആരോ. ഇപ്പം ഏതോ ഫിലിപ്പിയൻ പെണ്ണിൻ്റെ ഒപ്പമാണെന്നും കേട്ട്. അച്ഛൻ മരിച്ചന്ന് വൈകിട്ടായപ്പോൾ വന്ന് പിറ്റേ ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പോയി. എന്നെ വിളിക്കാറില്ല, ഞങ്ങൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവനറിയാല്ല. അവൻ്റെ പെങ്ങൾ ഒരു ദിവസം വിളിച്ചിരുന്നു എന്ന് പറയാനുണ്ടായിരുന്നു. മോളന്ന് ബന്ധം വേർപെടുത്തി പോന്നപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അവന് വല്ലാതെ എളുതരായിന്ന് അച്ഛൻ മരിക്കണവരെയും പറയുമായിരുന്നു. അവനെ കാണുന്ന 100 പ്രാവശ്യം പോലും കിടപ്പിലായതിന് ശേഷം അച്ഛൻ പറഞ്ഞിട്ടില്ല. ഭാഗം വെച്ചപ്പോൾ പോലും എനിക്കിങ്ങനൊരു മോനില്ല എന്ന് പറഞ്ഞാണ് ഭാഗം വെച്ചത്. ഇതാ മോളെ, മരിക്കുന്നതിന് മുന്നേ അച്ഛൻ ഇത് മൂക്ക് തന്നെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്നാ എന്താണമ്മ ഇത്? മോളെ, അത് ആ പുഴക്കരയിൽ കിടക്കണ പണ്ടത്തെ തറവാടില്ലേ, അതിൻ്റെ ആധാരമാണ്. മോളുടെ പേരിലും മോൻ്റെ പേരിലാണ് അച്ഛനത് എഴുതി വച്ചിരിക്കണത്.
ഇത് വേണ്ടെന്ന് മാത്രം മോള് പറയരുത്. അച്ഛൻ്റെ ആകെ ഉള്ളൊരാഗ്രഹമായിരുന്നു മോക്ക് തന്നെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നോട് പറയുമായിരുന്നു, രോഗമൊക്കെ മൂർജിച്ചപ്പോൾ എന്നോട് പറയും, നീയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുക്കടി എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറയും വേണ്ട, അവൾ വരും വരും എന്നൊക്കെ പറഞ്ഞിരുത്തുമായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞ് 41 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് തരാണ്ട് അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂലെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ഓരോന്നും പറയണേ. അതാ ഞാൻ അതും കൊണ്ട് വന്നത്. മോളതെനിക്ക് തിരിച്ചു തരരുത്, അത് മോൾക്ക് അച്ഛൻ തന്നതാണ്. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമാണ് അമ്മേ, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു തന്നില്ല. അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ അമ്മയും ആങ്ങളെയും ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിയതേ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ആങ്ങളെയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒന്ന് മാറി താമസിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അമ്മയുടെ വരവ്. സന്തോഷമായി മോളെ. ഇത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോക്ക് കൊണ്ടുപോയി തന്നോന്ന്. പുള്ളിയുടെ കൈ കൊണ്ട് അത് മോക്ക് തരാൻ സാധിച്ചില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. മോള് അങ്ങോട്ട് മാറുകയാണെങ്കിൽ അത് എനിക്കും മരിച്ചുപോയ അച്ഛനും നല്ല സന്തോഷമാവും. അറിയാല്ല, എല്ലാം തുടങ്ങിയതും ഞങ്ങളുടെ ജീവിതം വരെ തുടങ്ങിയതും ആ വീട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അച്ഛൻ ഇപ്പോഴും സൂക്ഷിക്കണതേ, വൃത്തിയാക്കി കിട്ടിയിരിക്കുകയാണ്. മോളങ്ങോട്ട് ചെന്നാൽ മതി. താമസിക്കാനായിട്ട് എല്ലാം ആക്കി വെച്ചിട്ട് അച്ഛൻ പോയത്. ആ വീട് മോക്ക് തരണമെങ്കിൽ അച്ഛൻ മോളെ എന്തോരം സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലാവുമല്ല. അമ്മ ഇറങ്ങട്ടേട്ടാ, അങ്ങോട്ട് വരാം. ശ്രുതി, എന്താണ് മോളെ? നീയും വിഷമിക്കണ്ട. ദൈവം എല്ലാത്തിനൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു വഴിയായിട്ടാണ് അമ്മ വന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നോളാം. നിനക്ക് ഞങ്ങളോട് ഇഷ്ടക്കുറവുണ്ടെന്നറിയായിരുന്നു, പക്ഷെ അത് ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. 2 ദിവസം ഞാനും മോനും മാറിക്കോളാം. ചേച്ചി, എനിക്ക് ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ഒരു പ്രൈവസി. ഇപ്പൊ തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ചേച്ചിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടനാണെങ്കിൽ അയ്യോ ചേച്ചി അവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വായു പിടിപ്പിക്കും മനുഷ്യനാ. ആ മനസ്സിലായി ശ്രുതി, അവൻ വരട്ടെ, ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പം എന്തായാലും വാടക കൊടുക്കാണ്ടൊരു വീടുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം. ചേട്ടനത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇല്ല, ഞാൻ പറഞ്ഞ അവന് മനസ്സിലാവും. ഞാനത് പറഞ്ഞ് മനസ്സിലായിക്കോളാം. നീ വിഷമിക്കണ്ട കേട്ടാ. ചേച്ചിക്ക് ഇപ്പൊ വീട് മാറേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടടാ. എനിക്ക് ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോകാനും വരാനൊക്കെ എളുപ്പം അവിടെ നിന്നാണ്. പിന്നെ മോൻ്റെ സ്കൂളും അടുത്തല്ലേ. ഇപ്പോഴാവുമ്പോൾ അങ്ങോട്ട് മാറാം. അച്ഛൻ അത്രയും ആഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്ന വീടല്ലേ, അപ്പോൾ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷവും അത് തന്നെയായിരിക്കും. എന്നാലും ഒരെന്നാലും ഇല്ല, ഞങ്ങളെന്തായാലും മാറി താമസിക്കാൻ തീരുമാനിച്ച്. നാളെ വൈകിട്ട് കുറച്ച് സാധനങ്ങൾ നീ അങ്ങോട്ട് എത്തിച്ചു തരണം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളങ്ങോട്ട് പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് വരാമല്ലോ. അമ്മയുടെ ആണ്ടൊക്കെ വരാൻ പോവല്ലേ, അപ്പോഴേക്കും എന്തായാലും വരാം. എന്നാ പിന്നെ എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ. അമ്മേ